മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അന്നും നിങ്ങളൊന്ന് കൈന്നിട്ട് കളിച്ചേ, ഇന്നും കൈന്നിട്ട് കളിക്കില്ലേ? ടിൻഡോമിന്റെ അഭിനയത്തെ പറ്റി എന്താ ഷുഗർ ഗോപിക്ക് പറയാനുള്ളത്? വളരെ നല്ല അഭിനയമാണ് ഈ ചെറുപ്പക്കാർ. തോളിത്തട്ടി എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? തന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മടി കയറിയിരുന്ന് സംസാരിക്കുന്നില്ല, അവിടെ മാറിയിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട വേണ്ട. ട്വിൻസിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ ട്വിൻസ് ആണ്, നിങ്ങൾക്ക് ഇനി ഇൻ ഫ്യൂച്ചർ കല്യാണമൊക്കെ കഴിക്കുമല്ലോ, അപ്പൊ ഈ ട്വിൻസിനെ തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ മറ്റേ നമ്മുടെ അണ്ണൻ തമ്പി സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ അടയാളമൊക്കെ ഉണ്ടോ ചേച്ചി? അടയാളം ഉണ്ടായി വന്നപ്പം ഉണ്ടായിരുന്നു, അത് പറയാൻ പറ്റാത്ത ഭാഗത്തായിരുന്നു. അടുക്കുമല്ല, കുഞ്ഞിലെ തൊട്ട് എന്റെ കൂടെ തന്നെയായിരുന്നു. അതായത് നല്ല പ്രായം ഉണ്ടെന്ന് ഇപ്പോഴും. ഞങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് നാണം. നാണം ഞങ്ങളുടെ നീ ഇപ്പൊ ഡാൻസ് കളിക്കണം. ഞങ്ങള് രണ്ടും, ഞാനും എവിനും തോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? എടാ അവിടെ എടാ അയ്യോ എന്നെ ഓക്കെ. അങ്ങനെ ഭയങ്കര ഇഷ്ടം. പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. ബേസിലിന്റെ പടം എന്താടാ പറയാൻ പറ്റുന്ന എന്തെങ്കിലും തന്നോളെ. 9.5. എന്താടാ ഇത്? ലാൽ സലാമോ? ലാൽസലാമല്ല. അയ്യോ ഡാൻസിന്റെ ചെപ്പിട്ട എങ്ങനെ തിങ്ങിന് ഗോലുമാല എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കും സിനിമന്ന് വിളിച്ചിട്ട് നമ്മൾ പോവാത്തതാണ്. ഒന്നുമില്ല. ചെറിയ അളിയന്മാരെ കിട്ടുന്ന അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അല്ലേ? ആ, അപ്പൊ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ ഈ ചെറിയ അളിയന്മാരെ കിട്ടിയോണ്ട്? എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് സാറ്റൻ ഡിപ്പാത്തുകൾ ഇതൊക്കെയാണ് നമ്മളെ. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. എനിക്കില്ലേ ഇപ്പോഴും എനിക്ക് ഇവരെ രണ്ടുപേരും ഇല്ലേ ശരിക്കും മനസ്സിലാവുന്നില്ല, കെവിൻ ഏതാ എവിൻ ഏതാണെന്ന്. അല്ലെങ്കിൽ അച്ചു ആരോ അപ്പു ആരാന്നൊക്കെ. എവിൻ കെവിൻ. ഈ ഇവരെ കണ്ടുപിടിക്കാൻ മറ്റേ നമ്മുടെ അണ്ണൻ തമ്പി സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ അടയാളമൊക്കെ ഉണ്ടോ ചേച്ചി? അടയാളം ഉണ്ടായി വന്നപ്പം ഉണ്ടായിരുന്നു, അത് പറയാൻ പറ്റാത്ത ഭാഗത്തായിരുന്നു. ഇപ്പൊ അടയാളം ചേച്ചി വേണമെങ്കിൽ സത്യമൊക്കെ അറിയത്തുള്ളടാ. മാർക്ക് കിട്ടിയിട്ടുണ്ട് മുഖത്തൊക്കെ ആയിട്ട്. ഇതാണ് മെയിൻ മാർക്ക് ഇപ്പൊ എല്ലാരും ചോദിക്കുമ്പോ പറയുന്നത്. ഇവൻ കൊടുത്തതാണ്, അവന്റെ ഗിഫ്റ്റാണ്. ഗിഫ്റ്റാണ്. നീ എന്താടാ ചെയ്തത്? അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ കണ്ടു, ജോഡീശ്വരൻ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു 6.5 മില്യൺ കഴിഞ്ഞാണ് ഇപ്പം 65 ലക്ഷം വ്യൂസ് ആ വീഡിയോസിന് കിട്ടിയത്. ഷൈൻ ചേട്ടൻ എന്ത് പറഞ്ഞു? ഇതിന്റെ ക്ലൈമാക്സ് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞിട്ട്, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷൈൻ ചേട്ടൻ എന്താ പറഞ്ഞത്? അത് ക്ലൈമാക്സ് ഇല്ലേ സ്കിറ്റില് ഷൈൻ ചേട്ടനെ വിളിക്കുക, ഡാൻസ് കളിപ്പിക്കുക, എന്റെ അത്ര പറഞ്ഞുള്ളൂ. പക്ഷെ വെറുതെ ചെല്ലാൻ പറ്റൂ. പുള്ളി എന്നോട് സംസാരിച്ചാലേ അങ്ങോട്ട് വിളിക്കാൻ പറ്റൂ. അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെന്ന് എന്താണ്ടൊക്കെ സംസാരിച്ച് വിളിക്കാന്ന് വിചാരിച്ച പുള്ളി തിരിച്ചെന്താണ്ടോ ഇങ്ങോട്ട് പറഞ്ഞു. സംസാരിച്ച് തുടങ്ങി ഇങ്ങോട്ട്. പിന്നെ ഫുള്ള് സംസാരിച്ചു പോയി. ഇത് ക്ലൈമാക്സ് ഇല്ലാത്ത രീതി ഇങ്ങനെ ഒന്നും പറയാ. മ്യൂസിക് ഇട്ടില്ല, പിന്നെ ഡാൻസ് കളിക്കാൻ മ്യൂസിക് അതില്ലേ വേർക്കുമായിരുന്നു. ഞാൻ ഓടിയത്, ഞാൻ മാറി. ഇവര് രണ്ടുപേരായി സ്റ്റേജില്. നിനക്കല്ലേ ഷുഗർ വന്നത്? ഷുഗർ ഗോപി നീയും നീ ഷൈൻ ടോം ചാക്കോടെ ആയിരുന്നു ചെയ്തത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ സ്കിറ്റ് ആക്ച്വലി? അത് നല്ല രീതിക്ക് പോയി. പുള്ളി തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു, പ്രോപ്പർട്ടി എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു എന്നെ കളിയാക്കാവുന്നതിന്റെ മാക്സിമം കളിയാക്കിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കളിയാക്കുന്ന ഇഷ്ടമാണ്. ആ ഒരു ലൈസൻസ് കിട്ടിയായിരുന്നു നേരത്തെ, അതാണ് കിടന്നങ്ങ് അഴിഞ്ഞാടുക എന്നൊക്കെ പറയാം. അങ്ങനെ ആയിരുന്നു നിങ്ങൾ അതിനകത്ത്? എങ്ങനെ റിയാക്ട് ചെയ്യും? ശരിക്കും ഷൈൻ ചേട്ടനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെയും വീഡിയോസ് ഷൈൻ ചേട്ടനെ വെച്ച് ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഷൈൻ ചേട്ടനെ എങ്ങനെയാണ് നിങ്ങൾക്ക്? ആ സമയം പുള്ളിയുടെ ഈ ഇന്റർവ്യൂ എല്ലാം അത്യാവശ്യം കേറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ സ്കിറ്റ് കളിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. പുള്ളി ചെയ്യുന്ന പ്ലേയും പിന്നെ അത് ആ ഒരു സമയത്ത് ഭയങ്കര എല്ലാവരുടെ മനസ്സിലോട്ട് എത്തിയ സാധനമായിരുന്നു. അപ്പൊ അത് വെച്ചൊരു സ്കിറ്റ് കളിച്ചാൽ ചിലപ്പോ തോന്നി. അങ്ങനെ ആദ്യം വന്ന് കളിച്ച് അത് കേറി, രണ്ടാമത് കളിച്ച് അത് കേറി. ഇനി കളിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ചളവായി പോകും. വീണ്ടും കളിച്ച് അപ്പോഴാണ് പറഞ്ഞത്. ഞങ്ങൾ ആ ഷെഡ്യൂൾ ശരിക്കും വരാതിരുന്ന
ഞങ്ങളുടെ ഇളയ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയം വീട്ടിൽ തന്നെ ഇരുന്ന് അപ്പോഴാ വിളിച്ചു പറഞ്ഞ് ഷൈൻ ചേട്ടൻ വരുന്നുണ്ട്, നിങ്ങളെ വേണമെന്ന് പറഞ്ഞു. ഇന്ന ഇത് ചെയ്യാൻ വേണ്ടിട്ട് പേടിയായി പോയി. ചേച്ചി ഇവരെങ്ങനെയാ വീട്ടില് ശരിക്കും? വീട്ടില് അവിടെ കാണുന്ന പോലെ ഒന്നും അല്ല, അത്രയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊച്ചിലെയാണ് നോർമലി ഇച്ചിരിയും കൂടെ ഒന്ന് നമ്മളെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ വലുതാവും തോറും അവര് മാറി മാറി വന്നോണ്ടേയിരുന്നു. ഇച്ചിരിയും കൂടെ ഒന്ന് മെച്യൂരിറ്റി പോലെ. മെച്ചുവേർഡ് ആണോ ചേച്ചി? അങ്ങനെ തോന്നാൻ കാരണം ഞാൻ അടുത്തില്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവക്ക് ഇവിടെ വരണം എന്ന് ഉള്ള ആ ഒരു ഇത് കാരണം ഇപ്പൊ ഇച്ചിരി ലോങ് ടൈം ഇടയ്ക്ക് വന്ന് നിൽക്കും, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ. അപ്പോഴാണ് പിന്നെ അതിലേക്കാട്ടിലും ചിപ്പിച്ചൂടെ ആരോഗ്യം വെച്ചു. അങ്ങനെ വെച്ചാൽ മൊത്തത്തിലല്ല, എന്നെ പിടിച്ചിടിക്കുകയും ഉപദ്രവിക്കുകയും ആ പണ്ടത്തെ അതേ രീതി ഇപ്പൊ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പ് വന്നപ്പോ വിചാരിച്ചത് പാവങ്ങളായി അങ്ങനെയൊന്നും പ്രശ്നമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കൂടെ നിൽക്കുന്നവരുമാണ് എന്തൊക്കെയോ ഉണ്ട്. ചേച്ചി പറഞ്ഞു ചേച്ചി ഇന്ന് ഇവരെ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞിട്ടും പോകും, വീണ്ടും ഞാൻ ഇടി മേടിക്കുന്നു. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണമെന്ന് ആരാ പറഞ്ഞു? ആരും പറഞ്ഞല്ലോ, ഉള്ള കാര്യമല്ലേ. ഉള്ള കാര്യം ഉള്ളതുപോലെ ചേച്ചി പറയണം. ചേച്ചിയും കൂടെ ഇരുത്തിയതല്ലേ ചേച്ചി? അതുപോലെ നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു 17 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കും, അതായത് ഇവർ ഈ കൊച്ചിലേ തൊട്ട്, അതായത് ഇപ്പം ഈ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി ആള് മാറി അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ നമ്മുടെ അടുത്ത് നടക്കുകയില്ലെന്ന് അറിയാൻ രണ്ടുപേർക്കും. നമ്മൾ ഉണ്ടായപ്പോ തൊട്ട് കാണുന്നുണ്ട്, രണ്ടുപേർക്കും നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന്. അന്നും ഷേപ്പിനും സൈസിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് മൂത്തതാന്ന് പറഞ്ഞാലും ഇവന് ബുദ്ധി കുറവിന്റെ പ്രശ്നമല്ല, ഇവന് പാർട്സ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ഇവനായിരുന്നു ഇച്ചിരി കൂടെ ചബ്ബി ആയിട്ടിരുന്നത്. അപ്പൊ രണ്ടുപേരും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവനായിരുന്നു എൻ്റെ അടുത്ത് ഭയങ്കര പെറ്റായിട്ടുണ്ടായിരുന്നത്. ഇവന് അത്രയും അടുക്കുവല്ലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് എന്റെ കൂടെ തന്നെയായിരുന്നു. അതായത് നല്ല പ്രായം ഉണ്ടെന്ന് ഇപ്പോഴും അതുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതെ, നല്ല പ്രായം ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേച്ചി. അതുപോലെ ഇപ്പൊ എടുത്തോണ്ടൊക്കെ നടക്കുവാണെങ്കിൽ ഇപ്പൊ 2 പേരുണ്ടല്ലോ. 2 പേര് 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ ഇവനെ എടുത്തോണ്ട് നടക്കുമായിരുന്നു ഞങ്ങള്. ചെറുതായിരുന്നു. എന്നാലും 2ാം ക്ലാസ് വരെയൊക്കെ നീ എന്താടാ ഇവനെ അത്ര വരെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അതെ, മെച്ചുവേർഡിന്റെ അല്ല, ഇവനെ വെച്ച് നോക്കുമ്പോ ഇവനൊരു ശക്കലും കൂടെ പൊടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവനെ നമ്മളിങ്ങനെ തലവഴിയൊക്കെ വിടും. ഇവനെ നിന്നെ എടുക്കാൻ പാടായിരുന്നു. അല്ല അതെനിക്കറിയാം. കൊച്ചിലോട്ട് ഇങ്ങനെ അകറ്റി നിർത്തുന്ന 2 ചേച്ചിമാര് ഇവരെ തന്നെ ഇങ്ങനെ ഇവൻ അടുക്കുവല്ല, ഇവൻ അത്ര അടുക്കുവല്ല, ഇങ്ങനെ ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അവനെ അങ്ങോട്ട് ചെല്ലണം. ഇവൻ അങ്ങനെയൊന്നുമില്ല. ഇവൻ ഇങ്ങനെ നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുമ്പോ എങ്ങനെ ആയിരിക്കും നമ്മുടെ അടുത്ത്, ആ ഒരു രീതിയായിരുന്നു പുള്ളിക്ക്. കുഞ്ഞിലേ തൊട്ടേ അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പം കൂടെ തന്നെ എപ്പോഴും ഉറങ്ങാന്, നമ്മളൊന്ന് ടോയ്ലറ്റ് കയറി ഇറങ്ങുന്നിടം വരെ നമ്മളെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. ഇറങ്ങുന്നില്ല, എന്നെ പേരാ വിളിക്കുന്നത്, അവളെയും പേരാ വിളിക്കുന്നത്. പിന്നെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവരും എന്നാത്തിനാ പേര് വിളിക്കുന്നത്, ചേച്ചിമാരെന്ന് വിളിക്കാൻ മേലെ. അപ്പൊ നമുക്ക് ചേച്ചിന്ന് കേൾക്കുമ്പോ ഒരു ഇറിറ്റേഷൻ. എന്നെ കാവിന്നും അവളെ അഖിലേന്നും വിളിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും. എടിപൊടിന്ന് വിളിക്കത്തില്ല, കാവി കാവ്യെന്നും അഖില ചേച്ചി. 2 ചേച്ചിമാരാണ് നിങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. അമ്മയെ പോലെ തന്നെ അല്ലേ? എന്താണ് അല്ലെങ്കിൽ അമ്മ അകത്താ, അല്ലെങ്കിൽ എനിക്ക് ചായ തരത്തില്ലെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ 2 വാക്ക് പൊക്കി പറയുന്നതാണെന്നൊക്കെ. ഇടയ്ക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു വീഡിയോ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നപ്പോ അവരെല്ലാം നിങ്ങൾ ട്രോൾ ചെയ്യല്ലോ. അപ്പനിട്ട് കിട്ടി, ചേച്ചിക്കിട്ട് കിട്ടി, നമ്മുടെ അളിയനിട്ട് കിട്ടി. എനിക്ക് വലുതായിട്ടൊന്നും കിട്ടില്ല. കോഴിക്കാല് തിന്നാൻ വേണ്ടി മാത്രം കല്യാണം കഴിച്ചത് ആ ഒരു ഇത് പറഞ്ഞു തീർത്തു. പാവം അളിയനെയാണ് ഇവരെടുത്ത്. എന്താടാ നിങ്ങളുടെ അളിയനെ? അവിടെ വന്നിരിക്കല്ലേ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, കൊടുത്ത്. അളിയൻ എങ്ങനെയാണ് ആക്ച്വലി നിങ്ങളുമായിട്ടുള്ളൊരു കമ്പനിയാണ്? ഇച്ചിരി നാണമാണ്. അല്ല, അളിയൊരു നാണമാണ്. ഇങ്ങനെ മുൻപോട്ട് വരാനായിട്ട് ഭയങ്കര നാണമാണ് അളിയത്. ഇവന്മാരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര പുറകിലോട്ടാണ്. ചമ്മലും നാണമൊക്കെയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പരിസരത്ത് വരത്തില്ല, എല്ലാം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു, അതായത് കലാപരമായ കാര്യങ്ങളൊക്കെ ഇപ്പം സ്കിറ്റിലേക്ക് പോകുന്നു, അഭിനയമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് ആരാണ് തിരിച്ചറിഞ്ഞത്? ഇവര് തന്നെയാണോ ആക്ടിങ്ങിലൊരു സ്കില്ല് ഉണ്ടെന്ന് പറഞ്ഞതോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവര് തന്നെ അറിയാം? കുഞ്ഞിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. അപ്പ ഈ ഫിലിം ഫീൽഡിൽ തന്നെയാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാ. ജയരാജ് സാറിൻ്റെയും ജോർജ് കിത്തു സാറിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പം അപ്പായിക്ക്
എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ പറയും. ഇവൻ ഒരു കുഞ്ഞിലെ എനിക്ക് ഒരു 4 വയസ്സിലൊക്കെയാ എന്തൊക്കെയോ ഇങ്ങനെ ചുമ്മാ ആക്ട് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോയായിരുന്നു. അന്ന് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു ഭാവനയും ഇല്ല. അപ്പം ഇവനെ ചിരിച്ചത് കൊണ്ട് എന്നെയും ചിരിക്കണം എന്നുള്ള മട്ടിൽ പുള്ളി അതൊന്ന് ഇങ്ങനെ കാണിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. അപ്പം അന്നേ അപ്പ പറഞ്ഞു ഇവനൊരു ചെറിയൊരു വാസനയുണ്ട്, അല്ലാതെ ഇന്ന പോലെ ആകുമെന്നോ പോകുമെന്നോ ഒന്നുമല്ല, ജസ്റ്റ് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ആ സൈഡിലോട്ട് ഒരു ചെറിയ ചായ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു ടി വിയിൽ ഇങ്ങനെ ഒരു ചെറിയ ഇതിങ്ങനെ എഴുതി വന്നു, പിള്ളേരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അത് കണ്ട് ഭയങ്കര വലിയ സംഭവം ചുമ്മാ ഇങ്ങനെ വെടിവെച്ച് ചാകുന്നതായിട്ടൊക്കെ പുള്ളി തന്നെ സിനിമ കണ്ടിട്ടല്ലേ റാംബോ, വെടിവെച്ച് ആകുന്ന പോലെ ഇവരെന്താ അഭിനയിച്ച് ഇങ്ങനെ വെടിവെച്ച് താഴെ വീണ് ഇങ്ങനെ വിറച്ചൊക്കെ കളിച്ച് വളരെ ഇവനങ്ങനെ ചെയ്ത് ഇവനെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ അങ്ങനെ ചിരിച്ചു കൊടുത്തു. എന്തൊക്കെയോ കാണിച്ചെന്ന് കിടന്നു. ഒത്തിട്ടൊന്നും ഇല്ലായിരുന്നു, ഇവര് ചിരിച്ചു തന്നതാണെന്നൊക്കെ. ഇല്ല, ഇവനൊന്നും ചെയ്തു. ഇവൻ എപ്പോഴും അങ്ങനെയാ. അങ്ങനെ പിന്നെ അവര് എന്താ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ ആദ്യമായിട്ട് ചെന്ന് ഇപ്പം ഇങ്ങനെ ഒരു തടിയുടെ ഒരു ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പുള്ളി അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്റെ മിസ് ഇത് ഇങ്ങനെയാ നടക്കുന്നത്. ഭയങ്കര ഒബ്സർവേഷൻ. ഓരോ ടീച്ചേഴ്സിന്റെ കാര്യം വന്ന് എൻ്റെ അടുത്ത് മൊത്തം കഥകളും പറയുന്നത്. അപ്പോഴേ ആരോടും പറയത്തില്ല എന്നുള്ള ഇതുണ്ട്, അതിനുള്ള ബുദ്ധിയില്ല, പറഞ്ഞിട്ടും കാര്യമില്ലെന്നൊക്കെ അന്നേ നമുക്ക് മനസ്സിലായി. ഇവൻ ഇച്ചിരി കൂടെ ഒന്ന് എല്ലാം സ്കിൽഡ് ആയിരുന്നു ചില കാര്യത്തിൽ. പുള്ളിക്ക് ഇതിനെ കൊണ്ട് മടിയായിരുന്നു. അപ്പം നൈസായിട്ട് പുറകെ ചെന്ന് അതങ്ങ് തട്ടിക്കളയും, എന്നിട്ട് മാറി ഇങ്ങനെ നോക്കി നിൽക്കും. അതൊക്കെയായിരുന്നു പുള്ളിക്കാരൻ്റെ പരിപാടി. അങ്ങനെ പിന്നെ കയറി വന്നതാ. ഇപ്പം കട്ടുറുമ്പിൽ ചെന്നിട്ടാണേലും ഇവർക്കേ ഉള്ളൂ ഒന്നും ചെയ്യാൻ അറിയാൻ മേലാത്ത. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഡാൻസ് കളിക്കും, പാട്ട് പാടും, എല്ലാവർക്കും ഓരോരോ പരിപാടികൾ അറിയാം. ഇവര് രണ്ടുപേരും ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലാതെ അപ്പൊ ഞാനും ഞങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് നാണം. അത് കാരണം ഒന്നും ചെയ്യത്തില്ല. നാണം ഞങ്ങളുടെ നീ ഇപ്പൊ ഡാൻസ് കളിക്കണം. അല്ല അത് വെച്ച് എനിക്കും ഉണ്ട് നാണം. ഞാൻ തുറന്നു പറയും. അതെ ചേടാ, ഒരു പാട്ട് പാടി വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. എന്റെ മുന്നോ ചിരട്ടയിട്ട് വരയ്ക്കുന്ന പോലെ ഇരിക്കും. ഹോർമോൺ ചേഞ്ച് വരുന്ന പ്രായമുണ്ട്. അവിടെ ആദ്യമേ ഡബ് സ്മാഷ് ഒക്കെ ആയിരുന്നു. ഡബ് സ്മാഷ് അത്രയും രണ്ടുപേർക്കും സെറ്റായി വന്നില്ല. പിന്നെ ഇവനായിരുന്നു ജഗദീഷ് ശ്രീകുമാറിന്റെ ആ സമയം തൊട്ടേ ചെയ്തോണ്ടിരുന്നത്. പുള്ളിക്ക് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ നമ്മളുടെ സൈഡിൽ നോക്കുമ്പോ ഇവനായിരുന്നു ഉള്ളി എന്നുള്ള ആക്ടിങ് ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ അവിടെ ചെന്നപ്പോ ആളങ്ങ് ഡൗൺ ആയി. അപ്പൊ അവര് പറഞ്ഞു ഇവനെ മതി, ഇവനെ. അല്ല, അവന്റെ ഉള്ളിൽ നിന്നുള്ള ആക്ടിങ് ആരും കണ്ടില്ല. ഉള്ളിലുണ്ട്, പുറത്ത് വന്നില്ല. പുറത്ത് ഉള്ളിൽ നിന്നുള്ള ആരും കണ്ടില്ല. നിന്നെ ഒഴിവാക്കിയോടാ ആദ്യം. ഒഴിവാക്കി മീൻസ് ഇവൻ അതിങ്ങനെ കൊടുക്കാതെ. കാരണം ഈ പെൺപിള്ളേരുമായിട്ടുള്ള ഡാൻസ് സീനൊക്കെ കൊടുത്തു. അതൊക്കെ ഭയങ്കര നാണം. എൻ്റെ അടുത്ത് വന്ന് കരയും, കാവ്യ ഒന്ന് ചെന്ന് പറയാൻ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം രണ്ടുപേരും ആണെങ്കിലും നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ, ഒരാൾക്ക് വേണ്ടി മാത്രം ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെറിയ ചെറിയ റോളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഡബ് സ്മാഷ് ഇതെല്ലാം അങ്ങ് തീർന്നു കഴിഞ്ഞ് പിന്നെ അവർ കലാഭവന്റെ സ്കിറ്റുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ സ്കിറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിയുടെ ക്യാരക്ടർ മൊത്തത്തിൽ വെളിയിൽ വന്നത്. സ്കിറ്റുകൾ വരുമ്പോഴത്തേക്കിനാണല്ലോ ആക്ടിങ് സ്കിൽ മൊത്തത്തിൽ വെളിയിൽ വരുന്നത്. അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് പലതും ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴാണെങ്കിൽ സ്കിറ്റുകളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് റിഹേഴ്സൽ ചെയ്യോ? നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ടാണ് സ്കിറ്റ് സെറ്റ് ചെയ്യുന്നത്. പതിയെ ഉണ്ടാക്കി ഓരോ ദിവസം ഓരോരോ മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ആയിരുന്നു. ഇപ്പൊ ഇവരാണെങ്കിൽ അടുത്തിരുന്നാലും 1 മിനിറ്റിൽ ഒരു 200 വഴക്കേലും ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ. ഇവിടെ ഇരുന്നപ്പോ തന്നെ കുറച്ചു മുന്നേ കുറെ വഴക്കുണ്ടാക്കി. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബോണ്ട് എങ്ങനെയാണ്? ഈ ഇപ്പം ഒരു സ്കിറ്റ് നടക്കുമ്പോഴാണെങ്കിലും ഒരിടത്ത് പോയാലും അടുത്ത ആള് ഇട്ട് കൊടുക്കുക, അങ്ങനെ സാധനം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള സ്നേഹമൊക്കെ എങ്ങനെയാ? സ്നേഹം എന്ന് പറയാൻ പറ്റൂല, അത് വേറെ വിശ്വാസം, വേറെ യൂണിവേഴ്സിറ്റി. ഞങ്ങളുടെ ബോണ്ടെന്ന് പറഞ്ഞാൽ അത് ഇരട്ടകളായോണ്ടുള്ളൊരു. സ്കിറ്റ് കളിക്കുമ്പോ അത് കയ്യിന്ന് പോവാണെ പിടി കിട്ടും. അവന്റെ മോഹം കാണുമ്പോ അറിയാം പിരികോ ഒന്നും പൊങ്ങത്തില്ല, കണ്ണിങ്ങനെ ഉരുണ്ട് വരും. അപ്പൊ പിടി കിട്ടും, അവന്റെ കയ്യിന്ന് പോകാറായി. നമുക്ക് മനസ്സിലായി കാര്യം. സ്കിറ്റ് കളിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു എക്സ്പ്രഷൻ ഇല്ല, അതുകൊണ്ട് മനസ്സിലാകത്തില്ല നമുക്ക്. കണ്ണൊന്ന് ചുമക്കും, അപ്പൊ മനസ്സിലാവും ടെൻഷൻ കയറിയെന്ന്. ആൾക്ക് ടെൻഷൻ കയറുമ്പോ കണ്ണ് ചുമക്കും പെട്ടെന്ന്. ചുമ്മാ
അങ്ങനെ തലയിറങ്ങി വീഴാറായെന്നുള്ള. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? അത് നമുക്ക് ഡെംസ്ട്രാറ്റ്സ് കളിക്കാം. നമുക്കിപ്പോ ഒരു കസിൻ മൂഡിൽ ഇരിക്കുവാണ്. അപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ഞങ്ങള് രണ്ടും, ഞാനും എവിനും. തോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? എടാ അവിടെ എടാ നീ അല്ല അയ്യോ എന്നെ നിന്നെ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോകുന്നു. ഇല്ല, ഞങ്ങള് തന്നെ ജയിച്ചിരിക്കും. ഓക്കെ, വെല്ലുവിളി നമ്മള് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കണ്ണൊക്കെ ചുമക്കാൻ തുടങ്ങി. ഇല്ല, ഞങ്ങള് ജയിച്ച് കാണിക്കുന്നതാണ്. വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇളയവർക്ക് ഇട്ട് തന്നെ എന്നാ നമുക്ക് കാണിച്ചു ഞങ്ങൾ ആ വെച്ചങ്ങ് തുടങ്ങിയാ പോരെ? അപ്പൊ ഒരാളിങ്ങി വാ, അങ്ങനെയല്ലേ കളിക്കുന്നവാ. അതെ, നീങ്ങി വാ. കാണിച്ചു പറയണം. അയ്യോ അറിയത്തില്ലേ. എടാ കുറച്ച് പാടുള്ളത് കൊടുക്കാതെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പത്തെ സിനിമയുടെ അറിയത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ തന്നെ കൊടുക്കാടോ. ഇപ്പോഴത്തെ എന്റെ പൊന്നോടാ. ഓക്കെ, വട്ടം. മൊത്തം കാണിക്കുക, അപ്പൊ അറിയാവോ ഞാൻ നോക്കാം. ആ ആ അങ്ങനെ ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് രണ്ടുപേർക്കും. പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേ. എന്നെ കൂടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി കൗണ്ട് ഡൗൺ ഇടാൻ പോവാ. 1 പെട്ടെന്ന് 2 പോടാ. എടാ എടാ എന്നെ കാണിക്കടാ, ഒന്നും കൂടെ കാണിക്കേ. ഞാൻ സിനിമ പേര് പറയാം. പേര് പറയോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ പടം അല്ലേ? 8 ഒന്നുകൂടെ കാണിക്ക. ഈ സാധനം മാത്രമേ ഉള്ളൂ പടത്തിന്റെ പേര്. എടാ എടാ നമുക്ക് തിരിഞ്ഞു. 9 ബേസിലിന്റെ പടം. 9 9 9 ആരാ 9 9 വേറെ കുറെ പടമുണ്ട്. അതെ. കിട്ടിയതായിരുന്നത്. ഇനി നിങ്ങള്. ഞാൻ പറഞ്ഞില്ല എന്നോട് ഇപ്പോഴത്തെ പടത്തെ പറ്റി ഒന്നും പറയരുതെന്ന്. അല്ല കിട്ടിയതല്ലായിരുന്നത്. ഞാൻ മറ്റേ ഇത് ഉദ്ദേശിച്ച ഫഹദ് ഫാസിലിനെ കഷണ്ടിന്ന് ഉദ്ദേശിച്ച. നീ എന്തിനാ സൂക്ഷ്മദർശിനിയിലും ഫഹദ് ഫാസിലിനെ കാണിച്ചത്? അല്ല നക്രിയാന്ന് ഞാൻ എങ്ങനെ പറയുന്നു? ഒറ്റയടിക്ക് ഞാൻ എങ്ങനെ പറയുന്നു? എനിക്കത് മനസ്സിലായി. യാതാ കിടന്ന് ചിരിച്ചത് ഫാൻസ് തന്നെ അരിയും. ഞാൻ പിന്നെ എങ്ങനെ പറയാനാ? ഫഹദ് ഫാസിലിന്റെ മുടിയില്ലാന്ന്. അയ്യോ, പറഞ്ഞു പോയി പറഞ്ഞു. ഞാൻ ചെന്നല്ലേ നീ അഭിനയിച്ചോളാം. ഞാൻ പറയാടാ. ഞാൻ അഭിനയിച്ചില്ല. ഇനി അടുത്ത ഞാൻ അഭിനയിച്ചിട്ട് കൊളാക്കട്ടെ. നിന്റെ അഭിനയം. അടുത്തതായി എവിന്റെ ഒരു ഡാൻസ് ആണ്. ഡാൻസ് പെർഫോമൻസ്. അപ്പോഴേക്ക് സിനിമ നീ പഴയ പടം ശ്രദ്ധിച്ചോണം കേട്ടോ. എനിക്ക് അതിനെ പറ്റി സുരേഷ് ഗോപി കണ്ണ് എല്ലാവർക്കും ഉണ്ട്. എന്താടാ പറയാൻ പറ്റുന്നത് എന്തെങ്കിലും തന്നോടെ. അതിനല്ല നിന്നോടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ആദ്യം ഫ്രീ ആയിട്ട് തന്നായിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരായിരുന്നു. സുരേഷ് ഗോപി ഉണ്ട്. ഇതെന്താ ചീട്ട് കളിക്കുന്നു? സുരേഷ് ഗോപി ചീട്ട് കളിക്കുന്നു. ചീട്ട് വലിച്ചു. എനിക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചത്. ഞാൻ സമയം എണ്ണാൻ തുടങ്ങുവാണ്. എടാ ആരൊക്കെയുള്ള സിനിമ എന്ന് പറഞ്ഞു കൊടുക്കുക. 1 ഇനിയുണ്ടല്ലോ ക്യാരക്ടറുകൾ. 2 3 ഗോപി കിട്ടണില്ല. നീ എന്തിനാ കാണിക്കുക? 4 6 ഒരു മിനിറ്റ് 7 ഫ്ലോർ നിലം റെഡ് 9 റെഡ് 9.5 ഇതെന്താടാ ഇത്? 10 10 അല്ല 10 അല്ല. കഴിഞ്ഞു. അതെന്താ നീ ഉദ്ദേശിച്ചേ? കഴിഞ്ഞോ? അതിന്റെ ഹിന്ദി എന്താ? എന്താ ലാല്. ലാൽ ലാൽ സലാമോ? ലാൽ സലാമല്ല. അയ്യോ സുരേഷ് ഗോപി ലാലു എന്ന്. ഓ ലാൽ. കാണിച്ചേ. വാടാ ഇരുന്നോ. തെങ്കാശി പട്ടണം സിനിമയുടെ പേര് കാണിക്കില്ല, ഒന്ന് കാണിച്ചു തരാമോ? നിന്നോടല്ല ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ടച്ചാ പോരെ. എങ്ങനെ? തിങ്ങനെ ഗോലുമാലേ. എനിക്കറിയത്തില്ല. അതിനാ ഞാൻ നിന്നോട് സൂക്ഷ്മദർശിനി പറയാൻ പറ്റും. തെങ്കാശി പട്ടണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുതിയ പടം അത് നമ്മുടേതായിട്ടുള്ള രീതി പറയണം. അതെ. ഇപ്പൊ രണ്ടുപേരും 0-0 അപ്പൊ രണ്ടുപേരും 0-0 തന്നെ ആയതുകൊണ്ട് നമ്മുടെ വെല്ലുവിളി ഇങ്ങനെ തോറ്റിരിക്കുകയാണ്. അതെ, തോറ്റിരിക്കുകയാണ്. നിങ്ങൾ കസിൻസ് കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എല്ലാരും വരുമ്പോഴൊക്കെ? വീട്ടില് ഞങ്ങൾ ഒത്തിരി കസിൻസ് ഉള്ള വീടാണിത്. അപ്പൊക്കെ 8 പേരാണ്. അപ്പം എനിക്ക് 18-19 കസിൻ പിള്ളേർ തന്നെയുണ്ട് ഞങ്ങള്. പേരെ നിറച്ചു ആൾക്കാരാണ്. ഇനിയിപ്പം ഈ ഒരു ജനറേഷൻ എല്ലാരും മാറി മാറി പോയതിന്റെ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞുള്ളൂ റീസെന്റ് ആയിട്ട്. അപ്പോഴും എല്ലാവരും അത്യാവശ്യം ഒന്ന് കൂടി ഡാൻസ് ബഹളമൊക്കെ ആയിട്ട്
എല്ലാരും എപ്പോഴും ഡംഷറാട്സ് എപ്പോഴും കളിക്കുന്ന ഒരു സംഭവമാണ് ഈ തിണ്ണയിലിരുന്ന് ഗ്യാങ് കൂടി. അല്ല നിങ്ങള് പണ്ട് ഇവിടെ അടുത്തടുത്തുള്ള വീട്ടിൽ ഇരുന്ന് അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു ഞങ്ങൾ. ഈ 3-4 വീട് എനിക്കറിയത്തില്ല ഇവര് പറഞ്ഞിട്ടുള്ളത്. ഇവന്മാര് വന്നപ്പോഴേക്കും എല്ലാരും പതുക്കെ വെളിയിൽ പഠിക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ആയി ഗ്യാപ്പായി. ഇവിടെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ 4 കസിൻസിന്റെ വീടുകളാണ്. എല്ലാരും അടുത്ത് ഇപ്പൊ പൊക്കത്തിലുള്ളതുകൊണ്ട് എല്ലാരും ഈ മുകളിൽ അവിടെ ഇരുന്ന് മുറുക്കെ ഇപ്പൊ ഇത്രയും വണ്ടികളൊന്നും അന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാടും, ബാക്കി അവരെ ഏറ്റുപാടും. ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ നല്ല ഭയങ്കര രസമായിരുന്നു ഇവിടെ. ഇപ്പം പിന്നെ ഇവന്മാര് വന്നോണ്ട് അടുത്ത രസമായി. അതുപോലെ തന്നെ ഇപ്പൊ ഈ വീട് ശ്രദ്ധിച്ചാൽ കുറച്ച് ഉയരത്തില്ല. ഇപ്പൊ നമ്മൾ ഈ ഷാരൂഖ് ഖാന്റെ ഒക്കെ വീഡിയോസിൽ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഷാരൂഖ് ഖാൻ ഒക്കെ ഇങ്ങനെ ഹായ് തരുന്ന പോലെ ഫാൻസിനൊക്കെ കൊടുക്കത്തില്ലേ? ഇൻ ഫ്യൂച്ചർ അതുപോലൊക്കെ ഹായ് കൊടുക്കാൻ വേണ്ടിയാണ് വീടൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്? അല്ല നേരത്തെ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടൊന്നുമല്ല. ഇതുവരെ പോവും, കൈ കാണിക്കുന്ന സെക്കൻഡ് അവന്മാർ അവിടെ താഴും, മുങ്ങും. അമ്മർക്ക് ഭയങ്കര നാണാന്ന് പറഞ്ഞില്ല. ഞാൻ കണ്ടിരിക്കുന്ന നൈസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് ഇരിക്കും. അപ്പൊ കാണത്തില്ലല്ലോ മതിലിന്റെ താഴോട്ട് ഇരിക്കും. ഫാൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും? അതല്ലടാ ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ വരുമ്പോ ഈ വീടൊക്കെ തേടി പിടിച്ച് ആ കെവിൻ എവിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫാൻസ് കൈയൊക്കെ പൊക്കി കാണിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പൊ ഈ ഒരു നാണം വെച്ചിട്ട് അല്ല അന്ന് ആ സമയമൊക്കെ ഇവിടെ കുറച്ച് ഫാൻസ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഓർത്ത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഇത് അവിടെ എല്ലാരും അവരോടൊന്നും പറയത്തൊന്നുമില്ല, ഒന്നും പറയാനൊന്നുമില്ല. ഇങ്ങോട്ട് പറഞ്ഞാ കൊറേ പേര് നിക്കുവല്ലേ. ഇത് ഇപ്പൊ പറയുന്നതേ ഉള്ളതൊക്കെ ബമ്പർച്ചിരി ഫ്ലോറിൽ, അതായത് ഇപ്പൊ മഞ്ജു ആന്റി ഉണ്ട്, അതുപോലെ തന്നെ രമേശ് പിഷാരടി ചേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, കാർത്തിക് സൂര്യ. അപ്പം ഇവരൊക്കെ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? ഇവരൊക്കെ മഞ്ജു ആന്റി ഒരു അമ്മയെ പോലൊക്കെയാ, കാണുമ്പോഴൊക്കെ വന്ന് വഴക്ക് പറയും, പിച്ചും. ആണോ? വഴക്കുണ്ടാകുമോ? അങ്ങനല്ല, സ്കിറ്റ് പൊളിഞ്ഞു കഴിഞ്ഞാ നസീറൊക്കെയും പിന്നെ പിഷാരടി ചേട്ടനാണ് പറയും അതിന്റെ കുറവുകളൊക്കെ, നിങ്ങൾക്ക് ഇനിയും മെച്ചപ്പെടുത്താടാന്നൊക്കെ പറയും. മഞ്ജു ആന്റി പറയും അവന്മാര് പൊളിങ്ങി അത് കൊള്ളത്തില്ല, അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയും. മഞ്ജു ആന്റി പണ്ട് തൊട്ടേ നമ്മളെ അറിയാവുന്നതുകൊണ്ട് മഞ്ജു ആന്റിയാണ് അന്ന് തൊട്ടേ അവിടെ ഇരിക്കാൻ തുടങ്ങിയൊരു പ്രതിഷ്ഠ പോലെ. ഇത് ടെലികാസ്റ്റ് ചെയ്യരുതെന്നാ നമ്മളിത് മഞ്ജു ആന്റിയെ കറക്റ്റ് ആയിട്ട് കേൾപ്പിക്കും. കാർത്തിക് സൂര്യ എങ്ങനെയാണ്? പുള്ളി പാവ, സ്വഭാവിയാ, നിഷ്കളങ്കന. പുള്ളിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവനോട് ചോദിച്ചാൽ മതിയായിരുന്നു. അവിടെ ഈ ഷൂട്ടിന്റെ സമയമൊക്കെ ഇവര് വരാറുള്ളൂ, അല്ലാതെ കാണാനില്ല. തീർന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ വൈറലായ സ്കിറ്റിന് ശേഷം ഒരുപാട് എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ടോ? ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ വിളിക്കോ അങ്ങനെയൊക്കെ ചെയ്തോ? വഴി വെച്ചൊക്കെ പോകുമ്പോ ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് ഇതില് ഷുഗർ വന്ന ആർക്കാന്നൊക്കെ ചോദിക്കും, അതാർക്കാരും ചോദിക്കും, ഷൈൻ ടോം ചാക്കോട്ട് ചെയ്തതാരാന്ന് ചോദിക്കും. അങ്ങനെ തീരുന്നായിരുന്നു. അപ്പൊ ഷൈൻ ടോം ചാക്കോന് ചെയ്തത് നീയല്ലേ? ഷുഗർ ഗോപി നീയും ആയിരുന്നു. അപ്പൊ നമുക്ക് ലൈവായിട്ടൊന്ന് ചെയ്ത് കാണിക്കോ ചെറുതായിട്ട്? എന്നെ ഇടിച്ചിട്ടത് ഞാൻ മാറിയേക്കാം. ഷുഗർ അതെ, ഇതിനകത്ത് എനിക്കും ഷുഗറാണ്, എനിക്കും ചേച്ചിക്കും ഷുഗറാണ്. മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങളെ ഈ കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. ചെയ്യൂ. അപ്പൊ നമ്മുടെ ഷുഗർ ഗോപിയും അതുപോലെ തന്നെ ഷൈൻ ടോം എന്താണ് കിളി പോയ പോലെ ഇരിക്കുന്നു. പുള്ളി അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. വാ തുറന്നാ ഇവിടെ നിന്ന് പോകാൻ പറ്റും. എന്നേലും പറഞ്ഞിരുന്നു? ഇല്ല. ടിൻഡോ പുതിയ സിനിമകളൊക്കെ വരുന്നു. സിനിമ വരുമ്പോ കാണാം, അത്ര തന്നെ. തിയേറ്ററിൽ പോയി കാണുക. പൈസ ഉണ്ടോ? ഇല്ല. ഒരു സിനിമ കണ്ടിട്ട് വരാം. രാത്രിയില് സിനിമയ്ക്ക് പോകുന്നത് അത് ഓരോ ആൾക്കാര് കാണുമ്പോ ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അത് നമ്മൾ മനുഷ്യന്മാരുടെ നമ്മളൊരു രീതിയാണ്. മനസ്സിലാവില്ല പറഞ്ഞ? എനിക്കും മനസ്സിലായില്ല. എങ്ങനെ ഷുഗർ ഗോപി ഈ ടിൻഡോമിനെ ഇങ്ങനെ സഹിക്കുന്നേ? അന്നും നിങ്ങളൊന്ന് കൈന്നിട്ട് കളിച്ചേ, ഇന്നും കൈന്നിട്ട് കളിക്കല്ലേ. ടിൻഡോമിന്റെ അഭിനയത്തെ പറ്റി എന്താ ഷുഗർ ഗോപിക്ക് പറയാനുള്ളത്? വളരെ നല്ല അഭിനയമാണ് ഈ ചെറുപ്പക്കാരൻ. തോളിത്തട്ടി എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മടി കയറിയിരുന്ന് സംസാരിക്കുന്നില്ല, അവിടെ മാറിയിടും. വേണ്ട. എന്നാലും ഇവര് സ്കിറ്റിൽ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ക്യാരക്ടറിലേക്ക് മാറിയിട്ട് ടിൻഡോ തിരിച്ചു വരൂ ക്യാരക്ടർ മാറി തിരിച്ചു പോകാന്നൊക്കെ. ട്വിൻസിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ ട്വിൻസ് ആണ്, നിങ്ങൾക്ക് ഇനി ഇൻ ഫ്യൂച്ചർ കല്യാണമൊക്കെ കഴിക്കുമല്ലോ, അപ്പൊ ഈ ട്വിൻസിനെ തന്നെ കല്യാണം കഴിക്കുന്നതാണോ താല്പര്യം? അങ്ങനെ എന്തെങ്കിലും?
എന്താടാ? അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. അമ്മ ഈയിടെ കേട്ടോ ചോദിച്ചു, ഇത്ര പ്രായമായില്ലേ പെൺപിള്ളേരൊന്നും നോക്കുന്നില്ല എന്നാണ് ഇവന്മാരോട് ചോദിച്ചു. എന്റെ അടുത്ത് ചോദിച്ച് നിന്റെ പുറകെ ഇപ്പൊ ഒരു പെണ്ണ്, അപ്പൊ ഞാൻ പെട്ടെന്ന് പുറകെ നോക്കി ആരെങ്കിലും ഉണ്ടോ. അതൊന്നുമല്ല, നിന്റെ പുറകിൽ ഇപ്പൊ ഒരു പെണ്ണ് വന്ന് നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യുന്നു. ഞാൻ പെട്ടുപോയി. അമ്മയുടെ ഫ്രണ്ട് ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടേ പറയത്തുള്ളൂ. അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നീ എന്തൊരു മുണ്ണയാണോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ചേച്ചി. അവൻ പറഞ്ഞ് രക്ഷപ്പെടണ്ടേ അമ്മയുടെ അടുത്ത്. ഇല്ല ഞാൻ സ്നേഹിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലും നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഖൽബിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം സിനിമകളിലേക്കൊക്കെ അവസരങ്ങൾ വരുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ ഈ പഠിത്തവും കാര്യമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കും സിനിമയിൽ വിളിച്ചിട്ട് നമ്മൾ പോവാത്തതാണ്. ഒന്നുമില്ല. അതെ, വിളി വന്നിട്ടില്ല, ഉടനെ തന്നെ വരും അല്ലേ? സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ? സിനിമയാണ്. നിങ്ങളിപ്പോ കുറെ കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്തില്ല. ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരു വില്ലൻ റോളൊക്കെ കിട്ടുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വില്ലന്മാർ? എങ്ങനെയായിരിക്കും? വില്ലൻ ചെയ്യാൻ രസമായിരിക്കും അല്ലേ? കാര്യം അപ്പൊ തന്നെ ആൾക്കാർ ചിരിച്ചങ്ങ് ഓടിക്കുള്ളൂ. കാര്യമായിട്ട് പറഞ്ഞു വന്നായിരുന്നു. നീ പറയടാ, എങ്ങനെയായിരിക്കും നിന്റെ വില്ലൻ? എനിക്ക് സിനിമ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ നീ പറയാൻ അറിയത്തില്ല. ഞാൻ പറയാം. എനിക്ക് അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നായകന്റെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരൻ ക്യാരക്ടർ, ത്രൂ ഔട്ടുള്ള കോമഡി ടൈപ്പ്, ആ ഒരു ടൈപ്പൊക്കെ എന്റെ മനസ്സിൽ. വളുപ്പല്ല, അതായത് തമാശയൊക്കെ പറഞ്ഞ് ത്രൂ ഔട്ട് ഉണ്ട്. എന്നാലും ആരെ പോലെയാടാ ഇപ്പോഴത്തെ സിനിമകളിൽ? ആരെ പോലെയാ ഒരു ക്യാരക്ടർ നോക്കുന്നത്? ഇപ്പൊ ബേസിലേട്ടനെ ഭയങ്കര ഇഷ്ടം. ആ ഒരു ടൈപ്പ് ഒക്കെ. അല്ലാതെ വില്ലൻ ക്യാരക്ടർ ഒന്നും നിങ്ങൾ നോക്കണില്ല? അതിനുള്ള മനസ്സില്ല ഞങ്ങക്ക്. പിഞ്ചു മനസ്സാണെന്ന് ഇവരുടെ. അല്ലേ അല്ലേ? ബമ്പർ ചിരിയില് എനിക്ക് തോന്നുന്നു ഗോൾഡൻ ബസർ കൂടുതൽ അടിച്ച ഒരാൾക്കാർ കൂടിയാണ് നിങ്ങള്. അതെ, അത്യാവശ്യം ഗോൾഡൻ ബസർ തന്നെ അടിച്ചു. ഇനിയും ബമ്പർ ചിരി പോയിട്ട് ഇങ്ങനെ ഗോൾഡൻ ബസർ തന്നെ അടിക്കുക. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്കിറ്റിന് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട് അല്ലെ ചേച്ചി? ഇവരുടെ സ്കിറ്റ് അന്ന് ലൈവായിട്ട് ചേച്ചി അവിടെ ആദ്യമായിട്ട് കാണുന്നായിരുന്നു. എനിക്കൊന്ന് ഫാമിലി എല്ലാം ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഒത്തിരി ചിരിച്ചു. ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ അല്ല ടി വിയിൽ, പക്ഷെ കാണുമ്പോൾ വ്യത്യാസമുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇവന്മാർ ഇത്രയൊക്കെ ചെയ്യുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല. ലാസ്റ്റ് അവരാ ഗോൾഡൻ ബസർ അടിച്ചപ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്ന ആ ഒരു സമയമായിരുന്നു അതൊക്കെ. ഒത്തിരി പ്രൗഡാണ് അവരെ പറ്റി. എവിടെ ചെന്നാലും ഇപ്പം നമ്മളെ ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും എവിന്റെയും സിസ്റ്ററാണ് ഞാനെന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾ തിരക്കിന്ന് ഞാൻ പറയൂടാ. സ്നേഹം അപ്പോഴേ എല്ലാരും പറയും അയ്യോ അമ്മാരുടെ ആണോ അവന്മാരെന്ന് എല്ലാരും ചോദിക്കുന്നത്. എന്റെ അടുത്ത് അവന്മാരോട് തിരക്കിന്ന് പറയണേ എന്നും പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. മറിയക്കുട്ടിയുണ്ട്, കാവ്യ ചേച്ചിയുടെ മോളാണ്. അപ്പൊ നമുക്കില്ലേ ഇത് വൈൻഡപ്പ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട് പാടിയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? കാവ്യ ചേച്ചി തുടങ്ങിക്കോ. 1 2 3 സ്റ്റാർട്ട്. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. എല്ലാരും കല്ലാണ് നെഞ്ചിൽ ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കോയിലെന്റെ കൂടാണ് കണ്ടതയ്യാ, ചക്കര കൂടാണ് കണ്ടതയ്യാ. അപ്പൊ എല്ലാവർക്കും ബൈ കൊടുക്കാം. ബൈ. ഈ അളിയന്മാർ എങ്ങനെ ഉണ്ട് അളിയാ? നല്ല കുട്ടപ്പന്മാർ അളിയന്മാരാണ്. ഈ ചെറിയ അളിയന്മാരെയും കൊണ്ടുള്ള ഒരു ജീവിതം എങ്ങനെ പോകുന്ന അളിയാ? ഇവര് പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ കണ്ട് അവരെപ്പോഴും അവിടെ തന്നെ ആണല്ലോ കൂടുതലും. നമ്മുടെ അടുക്കൽ അധികം ഇങ്ങനെ ഇല്ല. എന്നെയാണ് അവര് കൂടുതലും വാരിയത്, എന്നെ അപ്പനെ. ഇങ്ങനെയാണോ വീട്ടിൽ? ഇങ്ങനെയാണോ അളിയൻ എല്ലാ ഫ്രീഡം കൊടുത്തിട്ടുണ്ടോ ഈ അളിയന്മാർക്ക്? ഉണ്ട്. വീട്ടിൽ അങ്ങനെയല്ല, അവര് സ്റ്റേജിൽ കാണുന്ന പോലെ അല്ലേ ഇവിടെ. ഇവിടുത്തെ ചെണ്ടയാണോ ഈ അളിയൻ? അല്ലല്ലല്ല, കശത്ത് പിടിച്ച് അമക്കും. അല്ലാണ്ട് അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കണം എന്നല്ലേ അളിയനെ എന്തെങ്കിലും പറയണമെങ്കിൽ? അതെല്ലാം തീർത്തിട്ടുണ്ടാ സ്കിറ്റിൽ അവര്? അതെ അത് തീർത്ത്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെ നമ്മളെ വാരുമെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയണം ഇങ്ങനത്തെ പരിപാടി അവർ ഒപ്പിച്ചു വെച്ചു. എല്ലാരെയും പോലെ അല്ല ഈ ചെറിയ അളിയന്മാരെ കിട്ടുന്ന അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അല്ലേ? അല്ല, ഭാഗ്യമല്ല. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ ഈ ചെറിയ അളിയന്മാരെ കിട്ടിയോണ്ട്?
എൻ്റെ ചെറിയ പ്രായത്തിലേക്ക് പോകാൻ പറ്റും. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്.